ഞങ്ങൾ ഇന്നിവിടെ ഒരു സോളാർ വാട്ടർ ഹീറ്റർ ഫിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ഈ പാക്കറ്റിൽ ഇരിക്കുന്നതെല്ലാം പൊട്ടിച്ചെടുത്ത് ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇന്നിപ്പം ഇവിടെ ഈ വെക്കുന്ന ഫുള്ളായിട്ടും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. ഇപ്പം മിക്കവാറും കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നതും ഈ സ്റ്റീൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ വാട്ടർ ഹീറ്റർ വെക്കുമ്പോഴത്തേക്ക് ഈ ഇന്ന കമ്പനിയുടെ വെച്ചാലേ നല്ലതുള്ളൂ, ഇന്ന കമ്പനിയുടെ അഴുക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇത് ഏത് കമ്പനിയുടെ വെച്ചാലും ഒരു കുഴപ്പം വരാനായിട്ടില്ല. ഞങ്ങൾ ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട് 23 വർഷത്തോളമായി. നിങ്ങൾക്ക് വില കുറച്ച് ഏത് കിട്ടുമോ നിങ്ങൾ അത് വെച്ചോണം. അല്ലാതെ ഇന്ന കമ്പനിയുടെ വെച്ചാലേ ഉള്ളൂ ചൂട് കിട്ടത്തുള്ളതൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എയർ പൈപ്പ് വേണ്ട ടൈപ്പും ഉണ്ട്, എയർ പൈപ്പ് വേണ്ടാത്ത ടൈപ്പും ഉണ്ട്. രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് വഴി നടക്കത്തില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും വെക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം 100 ലിറ്ററിൻ്റെ വാട്ടർ ഹീറ്റർ ആണെങ്കിൽ അതിൻ്റെ ട്യൂബിൻ്റെ എണ്ണം നോക്കണം. 10 ട്യൂബ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്ക് കൃത്യമായ ചൂട് കിട്ടത്തുള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും വില കുറഞ്ഞതാണല്ലോ വേണ്ടിയത്, എപ്പോഴും വിലയാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കമ്പനിക്കാരും തന്നെ ഈ 7 ട്യൂബ് 8 ട്യൂബ് അങ്ങനെയൊക്കെ ഉള്ളത് ഇറക്കിയിട്ടുണ്ട്. അതിന് വില കുറച്ച് കുറവാണ്, പക്ഷേ അതിന് കൃത്യമായിട്ട് ചൂട് കിട്ടത്തില്ല. ഇപ്പോൾ ഈ 7 ട്യൂബിൻ്റെയും 8 ട്യൂബിൻ്റെയൊക്കെ മോശമാണെന്നല്ല, അതിന് നമ്മൾ 10 ട്യൂബിൻ്റെനെ അപേക്ഷിച്ച് ചൂട് കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. വെക്കുമ്പം കഴിയുന്നത് നിങ്ങൾ 10 ട്യൂബിൻ്റെ വെക്കാൻ നോക്കുക. ഇപ്പോൾ 7ൻ്റെ 8ൻ്റെയൊക്കെ വെച്ചവർ അതിൻ്റെ ചൂട് കുറവുണ്ടോയെന്ന് വീട്ടുകാർക്ക് അറിയാനും പറ്റത്തില്ല കേട്ടോ. നമ്മൾ വേറെ 10 ട്യൂബിൻ്റെയും കൂടെ തൊട്ടടുത്തുണ്ടെങ്കിൽ രണ്ടും കൂടെ നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ചൂടിൻ്റെ കുറവ് എത്രയുണ്ടെന്ന് നമുക്ക് അറിയാനും പറ്റത്തുള്ളൂ. പിന്നെ പലരും ചോദിക്കും, ചില കമ്പനിയുടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതിന് സർവീസ് കിട്ടുമെന്ന്. ഇതിന് സർവീസിൻ്റെ ഒരു ആവശ്യമില്ല. വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാനായിട്ടില്ല. കാരണം അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഭാഗങ്ങളൊന്നും ഇല്ല, കേടുവരാനായിട്ടൊന്നുമില്ല. ഈ ഓൺലൈനിലൊക്കെ മേടിച്ച് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഓരോരുത്തർ വെച്ചിരിക്കുന്ന ഒരു കുഴപ്പവും വരത്തില്ല. നിങ്ങൾ ഏത് വേണമെങ്കിലും വില കുറച്ച് കിട്ടുന്ന ധൈര്യമായിട്ട് മേടിച്ചു. നിങ്ങൾ ആദ്യമേ എവിടെ വില കുറഞ്ഞ് കിട്ടുമെന്ന് അന്വേഷിച്ച് നോക്ക്. പിന്നെ പൊതുവെ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഈ വാട്ടർ ഹീറ്ററിൽ നിന്ന് വരുന്ന വെള്ളം തിളച്ചതാണെന്ന്. വെള്ളം തിളച്ചതൊന്നുമല്ല, നല്ല ചൂടായിരിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ആവി ഇങ്ങനെ പറന്ന് വരും, അത്രയേ ഉള്ളൂ. അത് നമ്മുടെ അടുത്ത് ഗ്യാസ് സൾട്ട് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അത് തിളച്ച് കിട്ടത്തുള്ളൂ, അത് ഏത് കമ്പനിയുടെ ആണെങ്കിലും. പിന്നെ 7 ട്യൂബ് 8 ട്യൂബ് ഒക്കെ ഉള്ളതിൻ്റെ ട്യൂബിന് ഈ 10 ട്യൂബ് ഉള്ളതിനേക്കാളും കുറച്ചും കൂടെ നീളം കൂടുതലായിരിക്കും ട്യൂബിന്. പക്ഷേ എങ്കിലും 10 ട്യൂബ് വെക്കുന്നതാണ് നല്ലത്. 7 8 മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, 10 ട്യൂബിൻ്റെ വെക്കുന്നതാണ് എപ്പോഴും ഒന്നും കൂടെ നല്ലത് കേട്ടോ. പിന്നെ എല്ലാ കമ്പനിക്കാരും 5 വർഷം ഗ്യാരണ്ടി എന്നും പറഞ്ഞാണ് ഈ തരുന്നത്. പക്ഷെ ഒരു കേടും വരത്തില്ല കേട്ടോ. ഇതിനകത്ത് പോകാനിട്ടൊന്നുമില്ല, ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സാധനമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് വേണമെങ്കിലും മേടിച്ച് വെച്ചു. കാരണം ഇതിൻ്റെ അകത്ത് എന്താ പോകാനിട്ടുള്ളത്? ഈ ഗ്ലാസ് ട്യൂബിൻ്റെ അകത്ത് കിടക്കുന്ന വെള്ളം വെയിലടിക്കുമ്പം ചൂടാകുന്നു, അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മൾ ഈ കുമളി വാഗമണ്ണ് അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ വാട്ടർ ഹീറ്ററിൻ്റെ അകത്ത് തന്നെ ഇലക്ട്രിക് ഓയിലും കൂടെ വെക്കാനായിട്ടുള്ള സൗകര്യം ഉള്ളതാണോ എന്ന് നോക്കിയിട്ടേ വെക്കാവുള്ളൂ. കാരണം ഈ കിഴക്കൻ ഏരിയയിലൊക്കെ മിക്കവാറും ഒക്കെ ഈ വെയിലൊക്കെ കുറവായിരിക്കും. അന്നേരം വെള്ളം ചൂടാക്കാൻ വേണ്ടി കറണ്ടും കൊണ്ട് തന്നെ നമുക്ക് ചൂടാക്കണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഓയിലും കൂടെ വെക്കാനായിട്ടുള്ള സൗകര്യം ഉള്ളത് തന്നെ ആയിരിക്കണം. മിക്കവാറും എല്ലാത്തിനും അത് ഉണ്ട് കേട്ടോ. ഞങ്ങളത് ചെയ്ത് കൊടുക്കുന്നത് കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി ഇത്രയും സ്ഥലങ്ങളിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന റേറ്റ് പറയാം. ഒരു പക്ഷേ ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് വേറെ കിട്ടുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ വെക്കാം, ഏത് വേണമെങ്കിലും വെക്കാം. പക്ഷേ ഏത് കമ്പനിയുടെ വേണമെങ്കിലും നിങ്ങൾ വെച്ചോ, ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. നിങ്ങൾക്ക് റേറ്റ് കുറഞ്ഞ ഏത് കിട്ടുമോ അത് നിങ്ങൾ ചെയ്തോണം. ഈ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് നമ്മളിപ്പം ഈ ഇലക്ട്രിക്കൽ പാർട്സോ അല്ലെങ്കിൽ മെക്കാനിക്കൽ പാർട്സോ അങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതിന് കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ലാത്തത്. പിന്നെ ഈ ഗ്ലാസ് ട്യൂബിലൊക്കെ എന്തെങ്കിലും വന്ന് വീണ് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും കേട്ടോ, ഏത് കമ്പനിയുടെ ആണെങ്കിലും. ഇപ്പം ഞങ്ങളിവിടെ വെച്ചിരിക്കുന്ന ഇത് സുപ്രീം എന്ന് പറയുന്ന കമ്പനിയുടെയാണ്. ഇപ്പോൾ 10 ട്യൂബുള്ള എല്ലാത്തിൻ്റെയും ചൂട് ഏത് കമ്പനിയുടെ വെച്ചാലും ഒരേ ചൂടായിരിക്കും. 8 ട്യൂബുള്ള ഏത് കമ്പനിയുടെ വെച്ചാലും എല്ലാത്തിനും ഒരേ ചൂടായിരിക്കും. 7 ട്യൂബുള്ള ഏത് കമ്പനിയുടെ വെച്ചാലും എല്ലാത്തിനും ഒരേ ചൂടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഏതിനാണോ റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത് നിങ്ങൾ ധൈര്യമായിട്ട് അതങ്ങ് മേടിച്ച് വെച്ചോണം.